ഇസ്ലാമാബാദ് അടക്കം 6 നഗരങ്ങളിലാണ് ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്ന് പാകിസ്ഥാൻ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. 3 വ്യോമത്താവളങ്ങളിൽ വലിയ നാശനഷ്ടമുണ്ടാക്കാൻ ഇന്ത്യയുടെ ആക്രമണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിരോധം മാറി പ്രത്യാക്രമണം, അതാണ് ഇപ്പോൾ ഇന്ത്യൻ ലൈൻ. നമ്മുടെ അതിർത്തിയിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന് കിടക്കുന്ന 4 സംസ്ഥാനങ്ങളിലായി 36 നഗരങ്ങളിലാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായത്. ഡൽഹി കേന്ദ്രീകരിച്ച് മിസൈൽ ഫത്തേ 2 ലോങ് റേഞ്ച് മിസൈലുകൾ പ്രയോഗിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. പക്ഷേ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം, നമ്മുടെ S-400, നമ്മുടെ സുദർശൻ ചക്ര, നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശ് ഈ മിസൈൽ ആക്രമണങ്ങളെയും ഈ ഡ്രോൺ ആക്രമണങ്ങളെയും പരിപൂർണമായും നിർവീര്യമാക്കി ന്യൂട്രലൈസ് ചെയ്തിരിക്കുകയാണ്. ആകാശത്ത് വെച്ച് തന്നെ, അതായത് കര തൊടുന്നതിന് മുൻപ് തന്നെ ഈ പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ തകർക്കാൻ ഇന്ത്യക്കായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ 3 വ്യോമത്താവളങ്ങൾ, തന്ത്രപ്രധാനമായ 3 വ്യോമത്താവളങ്ങളിലാണ് ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇസ്ലാമാബാദ്, പെഷാവർ, റാവൽപിണ്ടി തുടങ്ങി പ്രധാനപ്പെട്ട 6 നഗരങ്ങളിലും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനിൽ. ഇതൊന്നും ഇന്ത്യയല്ല, പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ അത് അതിർത്തി മേഖലകളിൽ നിന്നുള്ള നമുക്ക് സുരക്ഷാ കാരണങ്ങൾ കാരണം ആ സ്ഥലം കൃത്യമായി നിങ്ങളിലേക്ക് പറയാൻ കഴിയില്ല. അത് നമ്മുടെ കേന്ദ്ര സർക്കാർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിർത്തിയിൽ വലിയ തോതിലുള്ള ഷെല്ലാക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രേക്ഷകർ ഒരു വിൻഡോയിൽ കാണുന്ന ഈ പുകയുയരുന്ന ദൃശ്യം അത് മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയിൽ ജഗദീഷ് വിഷ്ണു, ഞങ്ങളുടെ ക്യാമറാമാൻ, പകർത്തിയ ദൃശ്യങ്ങളാണ്. അവർ താമസിക്കുന്ന ഹോട്ടലിന് സമീപത്ത് വളരെ അടുത്ത് വെറും 90 മീറ്റർ അകലെയുണ്ടായ ഷെല്ലാക്രമണം, അതിന് പിന്നാലെ ഉയർന്ന പുകപടലങ്ങൾ, അതാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഗ്രൗണ്ട് സീറോയിൽ നിന്നാണ് ബാലഗോപാലും ജഗദീഷ് വിഷ്ണു നിങ്ങളിലേക്ക് ഓരോ വിവരങ്ങളും ഓരോ ചലനങ്ങളും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് പി ബസന്തും അതോടൊപ്പം തന്നെ ബാലഗോപാലും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ പീതാംബരം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ബസന്തിലേക്ക്. ബസന്ത്, ഇന്ന് 10 മണിക്ക് നിർണായകമായ വാർത്താ സമ്മേളനമാണ് ഇന്ത്യൻ സൈന്യം നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം. എങ്ങനെയാണ് ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണ ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രത്യാക്രമണം, അതെങ്ങനെയായിരുന്നു പാക് മണ്ണിൽ, അതറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ആര്യ, ഔദ്യോഗികമായിട്ട് ഇതുവരെ ഒരു വാർത്താ സമ്മേളനവും നിശ്ചയിച്ചിട്ടില്ല. 10 മണി സമയവും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഇന്ന് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ പിന്നീട് വിശദീകരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് എപ്പോഴെന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോഴും ഓപ്പറേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം ശ്രീനഗറിനും ജമ്മുവിനും മുകളിൽ വലിയ തോതിലുള്ള വ്യോമസേനകളുടെ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു. ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ച് പാക് യുദ്ധവിമാനങ്ങൾ ശ്രീനഗറിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നു എന്നുള്ളതാണ്. അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ വ്യോമസേന അല്ലെങ്കിൽ എയർഫോഴ്സും സജീവമാണ്. അപ്പോൾ വലിയ തോതിലുള്ള ഒരു പോര് ശ്രീനഗറിനും ജമ്മുവിനും മുകളിൽ നടക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ചില അത്യാഹിതങ്ങൾ ഇന്ത്യയിലെ ചില ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇനി സ്ഥിരീകരണം വരാനുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 3ാം ഘട്ടം ഇപ്പോൾ വലിയ തോതിൽ ആരംഭിച്ചിരിക്കുന്നു. പോർ വിമാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ശ്രീനഗറിന് മുകളിൽ നടക്കുന്നത് എന്നുള്ളതാണ് വരുന്ന വിവരം. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരുന്നുണ്ട്. പാകിസ്ഥാൻ വ്യോമാതിർത്തി ലംഘിച്ച് പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ത്യ അതിനേക്കാൾ ശക്തമായി തന്നെ പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങൾ തകർത്തുകൊണ്ടുള്ള നീക്കമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 3 വ്യോമതാവളങ്ങൾ തകർത്തിട്ടുണ്ട്. നൂർഖാൻ എയർബേസ് തകർന്നുവെന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. മറ്റ് 2 വ്യോമതാവളങ്ങളിൽ കൂടി ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ റാവൽപിണ്ടി, ലാഹോർ അടക്കമുള്ള പാകിസ്ഥാൻ നഗരങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ലാഹോറിൽ ഇന്ത്യ നടത്തിയ ആക്രമണം, അതിൻ്റെ ദൃശ്യങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. പാക് മാധ്യമപ്രവർത്തകരാണ് അത് പങ്കുവെക്കുന്നത്. പക്ഷേ അതിൻ്റെ വെറാസിറ്റി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇനി വരുന്ന നിമിഷങ്ങളിൽ അതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ വരുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ലാഹോറിൽ ഇന്ത്യ നടത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രി വലിയ ആക്രമണം തന്നെയാണ്. നിരവധി മിസൈലുകൾ ആ ഭാഗത്തേക്ക് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകളുടെ ദൃശ്യങ്ങൾ പാക് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പവർ ഗ്രിഡ് തകർക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞുവെന്ന വ്യാജ വാർത്തയും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു മിസ്ഇൻഫർമേഷൻ വാർ കൂടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വ്യാജ വാർത്തകൾ ഇങ്ങനെ പടച്ചുവിടുകയാണ്. പാക് മാധ്യമങ്ങൾ പറയുന്നത് ഇന്ത്യൻ പവർ ഗ്രിഡ് തകർത്തുവെന്ന്. അങ്ങനെ പച്ചക്കള്ളങ്ങൾ കൂടി ഈ സമയത്ത് പാകിസ്ഥാൻ പറയുന്നുണ്ട്.
തീർച്ചയായും പാകിസ്ഥാൻ ആ ഒരു തന്ത്രം കൂടി, സൈക്കോളജിക്കൽ വാർഫെയർ കൂടി നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഇന്ത്യയുടെ പവർ ഗ്രിഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റിലേ ഒന്നും പോകില്ലല്ലോ. അപ്പോൾ ഇവിടെ പവറുണ്ട്, ഈ ഓഫീസിലും പവറുള്ള ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ പിന്നെ പവർ ഗ്രിഡ് തകർക്കാനോ അല്ലെ അതിലേക്ക് ലക്ഷ്യം വെക്കാനോ ഒന്നും അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ മറ്റ് രണ്ട് കാര്യങ്ങളുള്ളത്, പാകിസ്ഥാൻ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലൊന്നും തന്നെ അതിൽ അവർക്ക് വിജയം കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ 4 എയർബേസുകൾ ആക്രമിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ അതനുസരിച്ച് വരുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് 3 എണ്ണമായിരുന്നു. ഇപ്പോൾ 4 വ്യോമ താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്നത്. അതേസമയം ഇപ്പോൾ 2 ശ്രീനഗറിന് മുകളിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ച പാകിസ്ഥാൻ്റെ 2 പോർവിമാനങ്ങൾ തകർത്തു എന്നുള്ളൊരു വിവരം കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. ഇക്കാര്യത്തിലും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വലിയ തോതിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വ്യോമ താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ വലിയ ആക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് സിവിലിയൻ മേഖലകളിലേക്ക് ഷെല്ലിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. പാക് പോർവിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങൾ ശ്രീനഗറിന് മുകളിൽ, ശ്രീനഗറിനും ജമ്മുവും ലക്ഷ്യമിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. 26 സ്ഥലങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി പാകിസ്ഥാൻ ഡ്രോൺ അയച്ചത്. ഒരുപക്ഷെ ഒരു ദിവസം മുമ്പുള്ളായിരുന്ന അത്ര വലിയൊരു രീതിയിലായിരുന്നില്ലെങ്കിലും ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അത് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇന്ത്യ അത് പ്രതിരോധിക്കുകയും എല്ലാ ബസന്തിലേക്ക് മടങ്ങി വരാം.